യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏട്ടാ, ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നൊരു പ്രവാസ ലോകത്തിനെ കുറിച്ച്. ഇപ്പം നമ്മൾ വെഞ്ഞാറമ്മൂട് ഇത്രയും വലിയൊരു കൊലപാതകം നടന്നു അല്ലേ? ആ റഹീം, ആ മനുഷ്യൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് സൗദിയിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് വീടിനും നാടിനും വേണ്ടി മക്കളെയും ഭാര്യനും നോക്കാൻ വേണ്ടി ജീവിതം കളഞ്ഞ് കഷ്ടപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു മകൻ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൊന്നു കളയുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അപ്പോൾ ഗൾഫിൽ നിൽക്കണോരെ പ്രവാസികൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ മക്കളെയായാലും പേരക്കുട്ടിയായാലും അമിതവണ്ണം സ്നേഹിക്കരുത്. ഒരു പരിധി. നമ്മളിപ്പോൾ കോഴികൾ മുട്ടയിട്ടു അടയിരുന്നു വിരിഞ്ഞു, അവരവരെ തീറ്റ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ അമ്മനച്ഛനെ അന്വേഷിക്കണ്ട ഇല്ല. അതാണ് ലോകം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് ആരും സ്നേഹിക്കരുത്. സ്നേഹം മനസ്സിൽ അല്ലേ? അപ്പം അവരുടെ കാര്യം നോക്കി ആ മനുഷ്യൻ ആ സൗദിയിൽ കഷ്ടപ്പെട്ട് എന്താ പറയുക, രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങി, അവരാ യൂണിഫോം ഇട്ട് 7 മണിക്ക് ഇറങ്ങി, അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് 7 മണിക്ക് കയറുക, പിന്നെ തുണി കഴുകുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഷ്ടങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് പ്രവാസികളുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഞാനടക്കം ഇപ്പോൾ ഒരു ഹൗസ് മെയ്ഡായാലും ജയിലിൽ കിടക്കണ മാതിരിയാണ് അവിടുത്തെ കിടപ്പ്. പകലും മുഴുവനും ചൂട്ടത്തെ എ സിയുടെ ഉള്ളിൽ പണിയെടുത്തിട്ടല്ല, രാത്രിയാണ് നമ്മൾ കുറച്ച് നേരം എ സിയിൽ കിടക്കണത്. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറേയൊക്കെ ചിന്തിക്കുക. ഇനി ഗൾഫ് രാജ്യത്തിനെ കുറിച്ച് ഇനിയും പറയുക കേട്ടോ. ഇത്രയും പറഞ്ഞ് നിർത്തുക ആണ് കേട്ടോ. ഓക്കെ. പിന്നെ എത്രയോ പ്രവാസികൾ അവിടെ ഗൾഫിൽ വന്ന് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുക. ഭാര്യമാർ ഭർത്താവ് ഗൾഫിലെന്ന് പറയുക, അടിച്ചു പൊളിച്ച് നടക്കുക, മക്കളടിച്ചു പൊളിച്ച് നടക്കുക, ഭർത്താക്കന്മാർ അയച്ചു കൊടുക്കണ പൈസ നശിപ്പിക്കുക. എന്തോ ഒരു കഷ്ടം അതൊക്കെ അല്ലേ. എനിക്ക് നല്ല അനുഭവമാണ് അവിടെ അറിവുള്ളവർ പറയണതും. അവർ ഓവർ ടൈം പണിക്ക് കപ്പലണ്ടി കച്ചവടം നടത്തുക, എന്തൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് ചെയ്യണ് അല്ലേ? അപ്പോൾ നമ്മൾ കുറേയൊക്കെ ചിന്തിക്കുക. നമ്മുടെ ഭർത്താവായാലും മക്കളായാലും ഗൾഫിൽ പോയി അവർ കഷ്ടപ്പെടാനാണ് പോകണം എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. ഇനി പിന്നെ പറയാം കേട്ടോ.